ജർമ്മനിയിൽ പഠിക്കാൻ ജർമ്മൻ ലാംഗ്വേജ് അറിയണമോ? വേണ്ട. ഈസി ആണെന്ന് ഒരിക്കലും പറയില്ല. പറ്റില്ല. സിറ്റീൻ്റെ ഒച്ചയിലൊക്കെ ജീവിക്കാൻ എനിക്ക് പറ്റും. ഓക്കെ, ഐ ഡോണ്ട് കെയർ ഗൈസ്. അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റിപ്ലൈ. ഹസ്ബൻഡും പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ എന്തിനാണ് ഈ നാട്ടിൽ പോയിട്ട് ജോലി ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലാവണില്ല. എന്ത് ചെയ്തു, അന്തസ്സായിട്ട് സലാം പറഞ്ഞ് ഒരു വലിയ ട്രൈഡറിലേക്ക് മാറി. യൂട്യൂബ് സർട്ടിഫിക്കറ്റ് ഒന്ന് വെച്ച് ഇവിടെ ഒന്നും അപ്ലൈ ചെയ്യാൻ നിൽക്കരുത്, ദൈവത്തെ ഓർത്തിട്ട്. കിഡിങ് മീ റൈറ്റ്? ലൈക്ക് വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ഹലോ ഗൈസ്, അങ്ങനെ ഞാനൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ സീരീസിൽ ഇറ്റ്സ് അബൌട്ട് മൈ ജേർണി ടിൽ നൗ എന്ന് പറയുന്നതാണ്. അതിൽ ദ ഫസ്റ്റ് തിങ് വിൽ ബി BSc നഴ്സിംഗ് വേഴ്സസ് ഹൗസ് ബിൽഡിംഗ് ഇൻ ജർമ്മനി, പിന്നെ മൈ FSJ എക്സ്പീരിയൻസ് ആൻഡ് 1 year ഓഫ് ഹൗസ് ബിൽഡിംഗ്. ആൻഡ് തംബ്നെയിലിൽ നിങ്ങൾക്ക് മനസ്സിലാവും വാട്ട് ഈസ് ദ കോണ്ടൻറ്റ് ഓഫ് ദിസ് വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ മേക്ക് ഷുവർ ദാറ്റ് യു വാച്ച് ഇറ്റ് ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് യു വാച്ച് ഇറ്റ് ബിഫോർ യു ആർ ഇൻ ജർമ്മനി എന്നുള്ളതാണ്. പിന്നെ വൈറ്റർ ബിൽഡിങ്ങിൻ്റെ ഒരു കോണ്ടൻറ്റും ഞാൻ ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു സീരീസ് നിങ്ങൾ വാച്ച് ചെയ്യുക. എൻ്റെ അടുത്ത് ഞാൻ യൂട്യൂബിലൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ളത് എന്ന് കമ്മ്യൂണിറ്റി പോസ്റ്റായിട്ട് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫൈനലി കുറേ പേരുടെ മെസ്സേജ് വന്നിട്ടുണ്ട്. ഞാൻ ഹൗസ് ബിൽഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അതല്ലാതെയും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെങ്കിൽ ഐ ഡോണ്ട് നോ ഹൗ ഐ വിൽ ഹാൻഡിൽ. 27 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അതിൽ എനിക്ക് പറ്റുന്ന അത്രയും ക്വസ്റ്റ്യൻസ് ഞാൻ ആൻസർ ചെയ്യാം. ഫസ്റ്റ് വൺ, സെൽഫായിട്ട് ഹൗസ് ബിൽഡിങ്ങിന് അപ്ലൈ ചെയ്യുന്നതാണോ ഏജൻസി വഴി ചെയ്യുന്നതാണോ നല്ലത്? സെൽഫായിട്ട് ഹൗസ് ബിൽഡിങ്ങിൻ്റെ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. ഒബ്വിയസ്ലി കുറേ കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ സെൽഫായിട്ടാണ് അപ്ലൈ ചെയ്തത്. പക്ഷേ അതേസമയം അതിൻ്റേതായ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ചില കാര്യങ്ങളിൽ നമുക്ക് കൺഫ്യൂഷൻ വരും. ട്രാൻസ്ലേഷനിലും ചിലപ്പോൾ അന്നർക്കിനും ചെയ്യുന്നതിലൊക്കെ കൺഫ്യൂഷൻ വരും. അപ്പോൾ ഒരു ഏജൻസി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് വിചാരിക്കും. അപ്പോൾ ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ ഏജൻസി വഴി കൊടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ അപ്ഡേറ്റ്സ് ഒക്കെ വേറൊരാളുടെ തലയിലെങ്കിലും വെക്കാൻ പറ്റുമല്ലോ ഇപ്പോൾ വൈകി കഴിഞ്ഞാൽ. സോ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യുവർ സെൽഫ്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് അപ്ലൈ ചെയ്യാനും ഒരു ഇൻ്റർവ്യൂവിൽ ഒറ്റയ്ക്ക് അറ്റൻഡ് ചെയ്യാനും വിത്തൗട്ട് പ്രിപ്പറേഷൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്നൊക്കെയുള്ള ധൈര്യം ഉണ്ടെങ്കിൽ ഗോ ഫോർ ഇറ്റ്. ഇനിയുള്ളത് കുറേ ക്വസ്റ്റ്യൻസ് ആണ്. ഹൗസ് ബിൽഡിംഗ് ചെയ്യുന്ന ടൈം ലീവ് എടുക്കാൻ പറ്റുമോ? ഒബ്വിയസ്ലി പറ്റും. ഹൗസ് ബിൽഡിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒബ്വിയസ്ലി ലീവ് എടുക്കാൻ പറ്റും. അതായത് നമ്മൾ ക്രാങ്ക് ആണെങ്കിൽ, അതായത് വയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ലീവ് എടുക്കാവുന്നതാണ്. ഈ എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട് എന്ന് മാത്രം. അതായത് 3 വർഷത്തെ ഹൗസ് ബിൽഡിങ്ങിൽ 200 മണിക്കൂർ നമുക്ക് ലീവ് എടുക്കാൻ പറ്റും. 200 മണിക്കൂർ എന്ന് പറയുന്നത് എത്ര, എനിക്ക് തോന്നുന്നു 2 മാസം ഫുൾ കാൽക്കുലേറ്റ് ചെയ്യണം 2 മാസത്തിനടുത്ത്. പക്ഷേ അതിലൊരു 140 150 കഴിയുമ്പോഴേ നമുക്ക് വാണിംഗ് കിട്ടി തുടങ്ങും. നിങ്ങൾക്ക് കൂടുതലാണ്, നിങ്ങൾ ഹൗസ് പാസും ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത്. മിക്ക സ്കൂളുകളിലും ആദ്യത്തെ 3 ദിവസം ലീവ് ആണെങ്കിൽ നിങ്ങൾക്ക് ഡോക്ടറിൻ്റെ സൈനിൻ്റെ ഡോക്ടറിൻ്റെ ഒരു അറ്റസ്റ്റേഷൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേ 3 ഡേയ്സിന് മുകളിൽ നിങ്ങൾ ക്ലാസ്സിൽ അല്ലെങ്കിൽ വർക്ക് പ്ലേസിലൊക്കെ ലീവ് എടുക്കുകയാണെങ്കിൽ യു ഡെഫിനറ്റ്ലി നീഡ് എ ഡോക്ടേഴ്സ് ഒരു പ്രിസ്ക്രിപ്ഷനോ അല്ലെങ്കിൽ ഡോക്ടറിൻ്റെ ആ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമുണ്ട്. നാട്ടിൽ പോകാൻ എത്ര ഡേയ്സ് ലീവ് കിട്ടും? നമുക്ക് 3 വർഷത്തിനല്ല, 1 വർഷം 32 ദിവസമാണ് ലീവ് വരുന്നത്. ഈ 32 ദിവസം നമുക്ക് വേണമെങ്കിൽ ഒറ്റയായിട്ട് എടുക്കാം, ഇല്ലെങ്കിൽ ടൈലം ചെയ്തെടുക്കാം. അതായത് കുറച്ചായിട്ട് എടുക്കാം. ഇപ്പോൾ എനിക്ക് 32 ദിവസം ആക്ച്വലി നമ്മുടെ പ്ലാനിൽ ഈ 32 ദിവസം സ്പ്ലിറ്റ് ചെയ്താണ് കിടക്കുന്നത്. ജൂണിൽ ചിലപ്പോൾ ഒരു 10 ദിവസം, മറ്റടുത്തൊരു 7 ദിവസം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഒരു കല്യാണം വരുന്നുണ്ട്, അല്ലെങ്കിൽ വലിയൊരു ഫംഗ്ഷൻ വീട്ടിൽ വരുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് 1 മാസം വീട്ടിൽ നിൽക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാം കൂടെ ഒരുമിച്ച് 32 ദിവസമായിട്ട് എടുക്കാം. അപ്പോൾ ബാക്കി വെക്കേഷൻ സമയമുണ്ടല്ലോ, നിങ്ങൾക്ക് ഓൾറെഡി പ്ലാൻ ചെയ്തൊരു വെക്കേഷൻ സമയമുണ്ടല്ലോ, ആ ടൈമിൽ നിങ്ങൾ വർക്ക് ചെയ്യേണ്ടി വരും. എന്നിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് എടുക്കുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ഇറ്റ്സ് യുവർ വിഷ്. നമുക്ക് 32 ഡേയ്സ് ലീവ് ഉണ്ട് കേട്ടോ. എക്സാം എങ്ങനെയുണ്ട് അവിടെ? എക്സാം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടഫാണ്. ഈസി ആണെന്ന് ഒരിക്കലും പറയില്ല. കോണ്ടൻറ്റ് എന്ന് പറയുന്നത് ഒബ്വിയസ്ലി ഇപ്പോൾ 10ാം ക്ലാസ്സിലും +2-ലൊക്കെ NCERT സിലബസിൻ്റെ ഒക്കെ അത്രയും പോലും കട്ടിയില്ല ഇവിടുത്തെ കോണ്ടൻറ്റ്. പക്ഷെ അത് ജർമ്മനിലായതുകൊണ്ട് ടഫാണ്. കുത്തിയിരുന്ന് പഠിക്കേണ്ട ആവശ്യമുണ്ട്. ചില വേർഡ്സൊക്കെ നമ്മൾ മറന്നു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ബദലായിട്ട് എഴുതേണ്ട വേർഡ്സ് ഏതാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. നല്ല ജർമ്മൻ ഷ്രൈവനിലൊക്കെ നല്ല ടാലൻ്റ് ഉണ്ടെങ്കിലേ ഇവിടെ ഷ്രിഫ്ലിഷ് എക്സാമൊക്കെ പാസ്സാകാൻ പറ്റുള്ളൂ. പിന്നെ സ്റ്റൈഫൻ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുമോ? ഒരുപാടല്ല, അത്യാവശ്യം നമുക്കിപ്പോൾ നാട്ടിൽ വരാൻ വേണ്ടിയെങ്കിലും.
അതൊരു ക്വസ്റ്റ്യനാണ്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ പേഴ്സൺ. അതായത് ഇപ്പോൾ നമുക്ക് 1,00,000 രൂപ സ്റ്റൈഫൻഡ് ഉണ്ടെന്ന് പറയുമെങ്കിലും അതിൽ 35,000 രൂപ അല്ലെങ്കിൽ 40,000 രൂപ റെൻറ്റിന് പോവും, 10,000 രൂപ ലൈക്ക് വൈഫൈക്ക് പോവും, അല്ലെങ്കിൽ 20,000 രൂപ ഇതിന് പോവും, ഏതിന് പോവും, നമ്മുടെ ഇലക്ട്രിസിറ്റിക്ക് പോവും, പിന്നെ ജിമ്മിൻ്റെ പൈസ, അതല്ലാതെയുള്ള കുറേ റേഡിയോ ടാക്സ്, ചർച്ച് ടാക്സ് എന്നൊക്കെ പറഞ്ഞ് പോയി കഴിഞ്ഞാൽ അവസാനം കയ്യിൽ കിട്ടുന്ന പൈസ ഇവിടുത്തെ ഫുഡിനൊക്കെയാണ് തികയുള്ളൂ. അല്ലാണ്ട് ഹൗസ് ബിൽഡിംഗ് പഠിക്കുന്ന സമയത്ത് ഒരു പരിധി കൂടുതൽ സേവ് ചെയ്യാൻ പറ്റുമെന്നോ നാട്ടിലയക്കാൻ പറ്റുമെന്നോ എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. കംഫർട്ടബിൾ ലൈഫിന് ഇവിടെ നിങ്ങൾക്ക് ജീവിക്കാൻ നിങ്ങൾക്ക് ആ പൈസ മതിയാവും, അത്ര എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഒരു പരിധി കൂടുതൽ ആസ് എ സ്റ്റുഡൻറ്റ് നിങ്ങൾക്ക് സേവ് ഒന്നും ചെയ്യാൻ പറ്റില്ല. സിറ്റി ആണോ വില്ലേജ് ആണോ അവിടെ ബെറ്റർ താമസിക്കാൻ, അതും ഡിപ്പെൻഡ്സ് ഓൺ ദ പേഴ്സൺ അല്ലേ. അതായത് ഞാനൊരു സിറ്റി പേഴ്സണാണ്. എനിക്ക് സിറ്റിയുടെ ഒച്ചയും പ്രശ്നവും അല്ല അങ്ങനെ ആ ഒരു ഇതൊന്നും ഇല്ലാണ്ട് എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. എനിക്കിങ്ങനെ ഞാൻ ഭയങ്കര ശാന്തതയും സമാധാന പ്രീതിയും ആഗ്രഹിക്കുന്ന ആളൊന്നുമല്ല. ബിക്കോസ് ഞാൻ ഓൾറെഡി ജർമ്മനിയിൽ വന്നത് ഒരു വില്ലേജിലേക്കാണ്. എൻ്റെ ദൈവമേ, എനിക്ക് പറ്റില്ല ഇവിടുത്തെ വില്ലേജ്. ബിക്കോസ് നമുക്ക് കാറില്ല, നമുക്ക് വേറൊരു ലൈഫില്ല, അത് പോകാൻ ഇവിടെ ഒരു ഇടയില്ല. ജസ്റ്റ് 3 കടയും 3, 4, 5 കടയും പിന്നെ ഈ ഓൾഡ് ഏജ് ഹോം മാത്രമുണ്ട്. വില്ലേജ് എന്ന് പറഞ്ഞ് ഇവിടെ പക്കാ വില്ലേജാണ്. ഒരു ലൈഫും എനിക്ക് പേഴ്സണലി അവിടെ വന്നിട്ട് എനിക്കൊരു ഹാപ്പിനെസ് ഉണ്ടായിട്ടില്ല. സോ എനിക്ക് ഭയങ്കര ശ്വാസമുട്ടലായിരുന്നു സിറ്റിയിലേക്ക് മാറുന്നവരെ. നൗ ഐ എം സോ ഹാപ്പി ദാറ്റ് ഐ എം ഇൻ എ സിറ്റി. കുറേ പേര് പറയും, എനിക്കൊന്നും പറ്റില്ല സിറ്റിയിൽ. അവിടെ തന്നെയുള്ള കുറേ പേരുണ്ട്, അവിടെ തന്നെ ഉള്ള മല്ലൂസ് അടക്കം കേട്ടോ. അവിടെയുള്ളവരൊക്കെ വെച്ചാൽ എനിക്കൊന്നും പറ്റില്ല സിറ്റീൻ്റെ ഒച്ചയിലൊക്കെ ജീവിക്കാൻ. എനിക്ക് പറ്റും. ഓക്കെ, ഐ ഡോണ്ട് കെയർ. അതോട് ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് സിറ്റിയിൽ ജീവിക്കാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ സിറ്റിയിൽ ജീവിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് സിറ്റിയിൽ ജീവിക്കാൻ ഇഷ്ടമാണ്. പിന്നെ ഹൗസ് ബിൽഡിംഗ് കഴിഞ്ഞ് നമുക്ക് വേറെ കൺട്രീസിൽ ഇൻക്ലൂഡിങ് ഇന്ത്യയിൽ അതിന് വേണ്ട എക്സാം പാസ്സായാൽ ജോലി ചെയ്യാൻ പറ്റും. എൻ്റെ പൊന്നു മക്കളെ, നിങ്ങൾ ഇവിടുത്തെ ഹൗസ് ബിൽഡിംഗ് പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ എന്തിനാണ് ഈ നാട്ടിൽ പോയിട്ട് ജോലി ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലാവില്ല. ഫസ്റ്റ്ലി അത് പ്രാക്ടിക്കലി പോസിബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് ഇവിടുത്തെ ഹൗസ് ബിൽഡിങ്ങും നാട്ടിലെ BSc നഴ്സിംഗിൻ്റെ കോഴ്സും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ആൻഡ് ഐ തിങ്ക് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. കുറേ പേര് പറയും നിങ്ങൾക്ക് പറ്റും, ഒരു 10-20 എക്സാം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈക്വലായിട്ട് ചെയ്യാൻ പറ്റും. വളരെ ടഫാണത്. ലൈക്ക് ബി പ്രാക്ടിക്കൽ സംടൈംസ്. ലൈക്ക് ഇവിടുത്തെ ഹൗസ് ബിൽഡിംഗ് പഠിച്ചിട്ട് യൂറോപ്യൻ കൺട്രിയിലൊക്കെയാണ് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് അമേരിക്കയിൽ പോലും വർക്ക് ചെയ്യാൻ അത്ര എളുപ്പമാണെന്നൊന്നും ഞാൻ പറയില്ല. അപ്പോഴാണ് ഇന്ത്യയിൽ ചെന്നിട്ട് ഇവിടുത്തെ ഹൗസ് ബിൽഡിംഗ് വെച്ചിട്ട് അതൊന്നും അത്ര നടപടിയാവണ കേസല്ല. ഞാൻ കുറച്ച് ബ്രൂച്ച്ലി ഹോണസ്റ്റ് ആയിട്ട് പറയുകയാണ് കേട്ടോ. ബിക്കോസ് ദിസ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആർ ലൈക്ക് ടു മച്ച് ഇൻ മൈ കോമൻറ്റ്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അത്ര പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. പ്ലീസ് സജസ്റ്റ് സം ഗുഡ് നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് ഓർ FSJ ബിക്കോസ് കറൻറ്റ്ലി ഐ എം ഇൻ ജർമ്മനി. ബിറ്റ്വീൻ ലവ് യുവർ വീഡിയോസ്. താങ്ക് യു സോ മച്ച്. ഗുഡ് നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് അല്ലെങ്കിൽ FSJ എന്താണ് ഗുഡ് നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് കൊണ്ട് ഉദ്ദേശിച്ചത് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ എംപ്ലോയേഴ്സിനെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ദർ ആർ ബിഗ് എംപ്ലോയേഴ്സ് ഫ്രം മരിയൻ ഹൗസ്, കാരിറ്റാസ്, ആവോ ടു പ്രിവാറ്റ് ട്രേക്കേഴ്സ്, അതായത് പ്രൈവറ്റ് ആയിട്ടുള്ള കുഞ്ഞ് എംപ്ലോയീസ് വരെയുണ്ട്. ഹൈ ചേച്ചി, ഐ വുഡ് ലൈക്ക് ടു നോ ദാറ്റ് ഐ എം കമ്മിങ് ആസ് എൻ ഔട്ട് പെയർ ആൻഡ് ഐ ഓൺലി ഹാവ് A1 സർട്ടിഫിക്കറ്റ്. സോ ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ് ടു പാസ് B2 എക്സാം. ഇഫ് ഐ കാൻ പാസ് B2 എക്സാം, ക്യാൻ ഐ അറ്റൻഡ് B1 എക്സാം ആൻഡ് അപ്ലൈ നഴ്സിംഗ് അസിസ്റ്റൻറ്റ് വിത്ത് B1 ഓർ A2 സർട്ടിഫിക്കറ്റ്? A2 സർട്ടിഫിക്കറ്റ് എന്ന് വെച്ച് ഇവിടെ ഒന്നും അപ്ലൈ ചെയ്യാൻ നിൽക്കരുത്, ദൈവത്തെ ഓർത്തിട്ട്. കാരണം എന്തായാലും റിജക്ഷൻ വരും. A2 ഒന്നും വെച്ച് ഞാൻ പറഞ്ഞില്ലേ, മാസ്റ്റർ സ്റ്റുഡൻസ് വരെ ഇവിടെ, അതായത് അവർക്കൊന്നും A2ൻ്റെ ഒന്നും ആവശ്യമില്ല, എന്നിട്ട് പോലും അവർ A2 എടുത്തിട്ടാണ് വരുന്നത് സർവൈവലിന് വേണ്ടി. അപ്പോൾ ഈ നഴ്സിങ്ങിനൊക്കെ മസ്റ്റായിട്ട് B2 പറയുന്നിടത്ത് ദൈവത്തെ ഓർത്ത് നിങ്ങൾ A2 അല്ലെങ്കിൽ A1 ഒന്നും വെച്ച് വരാണ്ടിരിക്കുക. മാക്സിമം ഔട്ട് പെയറിനും ഇങ്ങോട്ടേക്ക് വരാതിരിക്കുക എന്നുള്ളതേ ഞാൻ പറയുള്ളൂ. കാരണം ബീങ് ആൻ ഔട്ട് പെയർ ഈസ് നോട്ട് ദാറ്റ് ഈസി. കുറേ പേർക്കൊക്കെ നമ്മളിങ്ങനെ വീഡിയോസിലൊക്കെ ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട്, ഒരു പെണ്ണ് ഇങ്ങനെ 2 പിള്ളേരൊക്കെ നോക്കി വീട്ടിൽ ചായയൊക്കെ കുടിച്ചിരിക്കുന്നത്. അതല്ല ഔട്ട് പെയർ ലൈഫ് എന്ന് പറയുന്നത്. ഔട്ട് പെയർ ആയിട്ടിരിക്കുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ അവിടുത്തെ വേലക്കാരിയായിട്ട് വരെ വർക്ക് ചെയ്യേണ്ടി വരും. പെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ നോക്കുന്ന പരിപാടിയാണ്. അതായത് ഇവിടുത്തെ ജർമ്മൻ വർക്കിംഗ് ദമ്പതികൾ പണിക്ക് പോകുമ്പോൾ നിങ്ങൾ അവരുടെ കൊച്ചിനെ നോക്കിയിരിക്കുക. പക്ഷേ ഇതേ ദമ്പതികൾ എന്തായാലും നിങ്ങൾക്ക് ഒരു 200 യൂറോ ഞാൻ തരുന്നില്ല, എന്നാൽ പിന്നെ വീടും കൂടെ ഒന്ന് തുടച്ചിട്ടേക്ക് എന്ന് പറയുന്ന ദമ്പതികളുണ്ട്. അങ്ങനെ കരഞ്ഞ് മെസ്സേജ് അയച്ച ഒത്തിരി കുട്ടികളുണ്ട്. അതുകൊണ്ട് ഞാൻ പറയണം, ഔട്ട് പെയറിന് വരാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഒരു ഗതിയില്ലെങ്കിൽ മാത്രം ഔട്ട് പെയറിന് വരിക. എന്നിട്ട് എത്രയും പെട്ടെന്ന് ഔട്ട് പെയറിന് ചാടി FSJക്കോ അല്ലെങ്കിൽ ഹൗസ് ബിൽഡിങ്ങിനോ കയറാൻ ശ്രമിക്കുക. അത് ഓൾവേസ് മേക്ക് ഷുവർ ദാറ്റ് B2 എഴുതിയെടുക്കുന്നത് വരെ എങ്ങനെയെങ്കിലും നാട്ടിൽ പിടിച്ച് നിൽക്കുക. ഇല്ലെങ്കിൽ ഇവിടെ വന്നിട്ടാണെങ്കിലും പെട്ടെന്ന് തന്നെ എഴുതിയെടുക്കാനുള്ള പരിപാടി നോക്കുക. കാരണം B1 ഉള്ള ആൾക്കാരെ പോലും ഇപ്പോൾ ഇവിടെ ഉള്ളവർക്ക് വേണ്ട. അപ്പോൾ നിങ്ങൾ B2 മോഡേ ഇല്ല, അല്ലെങ്കിൽ A2 ഒക്കെ വെച്ച് നിങ്ങൾ എന്ത് ചെയ്യാനാണ്? ഇറ്റ്സ് ഡിഫിക്കൾട്ട് ടു സ്റ്റഡി എവറിത്തിങ് ഇൻ ജർമ്മൻ ലാംഗ്വേജ് ആൻഡ് ഡു യു ഫേസ് എനി പ്രോബ്ലംസ് ഇൻ ഇൻ്റർവ്യൂ ഇൻ ജർമ്മൻ ലാംഗ്വേജ്? ഐ വുഡ് ലൈക്ക് ടു ഗോ ദെയർ ആൻഡ് സ്റ്റഡി ദിസ് ബട്ട് ദീസ് 2 questions prevents me. Hope you explain. Is it difficult to study everything in German language? Okay, for me personally, I don't find German language very difficult.
ബിക്കോസ് ഐ മീൻ പഠിക്കുന്ന സമയത്ത് ഒബ്വിയസ്ലി നമ്മൾ ജർമ്മൻ പഠിക്കുന്ന ആ ഒരു ടൈമിൽ ഒബ്വിയസ്ലി ഇത് എന്ത് തേങ്ങയാണിത് എന്ന് തോന്നും. പക്ഷേ വൺസ് ഞാൻ പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ലാംഗ്വേജസ് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പഠിക്കാൻ ഇഷ്ടമല്ലെങ്കിലും സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് ഐ ഡു ഹാവ് എ ലോട്ട് ഓഫ് ജർമ്മൻ ഫ്രണ്ട്സ് ആസ് വെൽ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ലാംഗ്വേജ് ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഐ ക്യാൻ ഹാൻഡിൽ ജർമ്മൻ ലാംഗ്വേജ് വെരി ഗുഡ്. ഓവർ കോൺഫിഡൻ്റ് ഒന്നുമല്ല, ബട്ട് എൻ്റെ കോൺഫിഡൻസ് ആണ്. ലൈക്ക് ഇപ്പോൾ എനിക്കറിയാവുന്ന മല്ലു ഫ്രണ്ട്സിനേലും നന്നായിട്ട് ഞാൻ ജർമ്മൻ സംസാരിക്കും. വിച്ച് എംപ്ലോയി ഡു യു ഹാവ് ലൈക്ക് ഓൾഡ് ഏജ് ഹോം ഓർ ഹോസ്പിറ്റൽ? ഞാനൊരു ഓൾഡ് ഏജ് ഹോമിന് കീഴിലാണ് വർക്ക് ചെയ്യുന്നത്. ലൈക്ക് ബിക്കോസ് ഞാൻ ഓൾറെഡി ഓൾഡ് ഏജ് ഹോമിലായിരുന്നു. ഇപ്പം ഞാനൊരു വേറൊരു സ്ഥലത്തേക്ക് മാറി. അവിടെയും ഞാൻ ഓൾഡ് ഏജ് ഹോം തന്നെയാണ് ചൂസ് ചെയ്തത്. ബിക്കോസ് ഓൾഡ് ഏജ് ഹോം ടു ഓൾഡ് ഏജ് ഹോമാണ് കുറച്ചുകൂടി ഈസി. ഓൾഡ് ഏജ് ഹോമിൽ എനിക്ക് ക്രാങ്കൻ ഹൗസിലേക്ക് പോകാൻ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഓൾഡ് ഏജ് ഹോമിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഡൗട്ട് ഇഫ് യു സ്റ്റഡി ഔസ്ബിൽഡിംഗ് നഴ്സിംഗ് ആൻഡ് കംപ്ലീറ്റഡ് ദ കോഴ്സ് ക്യാൻ വി മൂവ് ടു ഇംഗ്ലീഷ് കൺട്രി ലൈക്ക് ഓസ്ട്രേലിയ, UK? ക്യാൻ യു എക്സ്പ്ലെയിൻ ദ റീസൺ? ജർമ്മനിയിലെ ഔസ്ബിൽഡിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂറോപ്പിൽ വർക്ക് ചെയ്യാൻ പറ്റും. ലൈക്ക് എനിവർ ഇൻ യൂറോപ്പ്, സേ നെതർലാൻഡ്സ്, ഫ്രാൻസ്, ലക്സംബർഗ്, സ്വിറ്റ്സർലാൻഡ് ഇതുപോലുള്ള കൺട്രീസിലൊക്കെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. UK യൂറോപ്പിലുള്ള കൺട്രി ആണെങ്കിൽ യൂറോപ്യൻ യൂണിയനിന് കീഴിൽ വരുന്നൊരു കൺട്രി അല്ല. UK നിങ്ങൾക്ക് വർക്ക് ചെയ്യാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദർ ആർ കോംപ്ലിക്കേഷൻസ്. അതായത് ഇപ്പോൾ ഒരു BSc നഴ്സിംഗ് പഠിച്ച നാട്ടിലെ കുട്ടിക്ക് പറ്റുന്ന പോലെ ഒരു കേക്ക് വോക്ക് ആയിരിക്കില്ല നമ്മൾ അച്ഛൂബി, അതായത് ഐ മീൻ ആസ് എൻ ഹൗസ് ബിൽഡിംഗ് പഠിച്ച ആൾ. ബിക്കോസ് ഇതൊരു ബാച്ചിലർ കോഴ്സല്ല, അതൊരു ഡിഗ്രി അല്ല. ഇത് ഹൗസ് ബിൽഡിംഗ് എന്ന് പറയുന്നത് ഇതൊരു ഡിപ്ലോമ പോലത്തെ ഒരു കോഴ്സാണ്, ഒരു വൊക്കേഷണൽ കോഴ്സാണ്. അപ്പോൾ അവിടെ പോകാൻ, അതായത് പ്രത്യേകിച്ച് അമേരിക്കയിലൊക്കെ പോകണമെങ്കിൽ ഞാൻ വേറൊരു വീഡിയോയിൽ ഞാൻ അതിനെപ്പറ്റി പറയുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. NCLE പോലത്തെ എക്സാംസ് ഒക്കെ എഴുതണം, കുറേ വർഷത്തെ എക്സ്പീരിയൻസ് അവിടെ കാണിക്കണം. നമ്മൾ അവിടെ ഒരു ഹെൽപ്പറായിട്ടാണ് ആദ്യം കയറുന്നത്. അത് കഴിഞ്ഞ് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് നമുക്ക് നഴ്സിങ്ങിൻ്റെ ആ ഒരു ലൈസൻസ് ഒക്കെ കിട്ടുള്ളൂ. ഇറ്റ്സ് ഡിഫിക്കൾട്ട്. പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിയററ്റിക്കലി യെസ്, പ്രാക്ടിക്കലി അമേരിക്ക, അതായത് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിലൊക്കെ പോകണമെന്നാണ് ആഗ്രഹമെങ്കിൽ ബെറ്റർ സ്റ്റഡി BSc നഴ്സിംഗ് ഫ്രം ഇന്ത്യ ഇറ്റ് സെൽഫ്. ബിക്കോസ് നാട്ടിലൊരു BSc നഴ്സിംഗ് പഠിച്ച ആൾക്ക് ഓസ്ട്രേലിയ പോകാൻ പറ്റുന്ന അതേ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഹൗസ് ബിൽഡിംഗ് പഠിച്ചിട്ട് പോകാൻ പറ്റില്ല. വെൻ ഡു യു സ്റ്റാർട്ട് വിത്ത് എ ഹോസ്പിറ്റൽ വർക്ക് ആഫ്റ്റർ 6 months? ഞാനൊക്കെ വർക്ക് ചെയ്ത് ആദ്യത്തെ 4 മാസം കഴിഞ്ഞപ്പോഴേ ഹോസ്പിറ്റലിലേക്കാണ് പോയത്. അത് ഡിപ്പെൻഡ്സ് ഓൺ നിങ്ങൾ FST ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. നിങ്ങൾ FST ചെയ്തിട്ടാണ് ഹൗസ് ബിൽഡിങ്ങിന് കയറുന്നതെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് ഹോസ്പിറ്റലിലേക്ക് കയറാം. അതേസമയം നിങ്ങൾ ഡയറക്റ്റ്ലി വരുന്നത് തന്നെ ഹൗസ് ബിൽഡിങ്ങിന് വേണ്ടിയിട്ടാണെങ്കിൽ കുറച്ചധികം കാലം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ വർക്ക് ചെയ്യാൻ പോകുന്നത്. ഈസ് മെക്കട്രോണിക് ഹൗസ് ബിൽഡിംഗ് എ ഗുഡ് ഓപ്ഷൻ? എനിക്കറിയില്ല മെക്കട്രോണിക്സിനെ പറ്റിയിട്ട്. ഞാൻ വേണമെങ്കിൽ വേറൊരു വീഡിയോ ചെയ്യാം. ചേച്ചി, ജർമ്മനിയിൽ പഠിക്കാൻ ജർമ്മൻ ലാംഗ്വേജ് അറിയണമോ? വേണ്ട. സ്റ്റൈഫൻഡ് എങ്ങനെ കിട്ടും? മീൻസ് നമുക്ക് ഷൂളെ സ്റ്റാർട്ട് ചെയ്യുന്ന മന്ത് എൻഡിൽ തൊട്ട് കിട്ടുമോ? എനിക്കെന്താ ക്വസ്റ്റ്യൻ എന്ന് മനസ്സിലായില്ല. സ്റ്റൈഫൻഡ് നമുക്ക് പൊതുവേ ഒരു മാസം അവസാനം 28-ാം തീയതി ഒക്കെ ആകുമ്പോഴാണ് നമുക്ക് സ്റ്റൈഫൻഡ് കിട്ടുന്നത്. ലൈക്ക് 28 ഈസ് ദ ലൈക്ക് സ്റ്റാൻഡേർഡ് ഡേറ്റ് ഫോർ ഗെറ്റിംഗ് സ്റ്റൈഫൻഡ്. ഹായ് ചേച്ചി, ഞാൻ ലാംഗ്വേജ് പഠിക്കാൻ കയറിയുള്ളൂ. സോ ഞാൻ ഇനി B.Tech ഒക്കെ പാസ്സാകുമ്പോഴേക്കും നഴ്സിംഗ് ഹൗസ് ബിൽഡിങ്ങിൻ്റെ ഡിമാൻഡ് കുറയോ? അങ്ങനെ ചോദിക്കാൻ കാരണം നാട്ടിൽ നിന്ന് ഇപ്പോൾ കുറേ പേർ കയറി വരുന്നുണ്ടല്ലോ. അപ്പോൾ അവർ ഇനി ഇവിടെ നിന്നുള്ള കാൻഡിഡേറ്റ്സ് വേണ്ട എന്നുള്ള വല്ലതും വെക്കും. അയ്യോ, അതാലോചിച്ച് നിങ്ങൾ ആരും പേടിക്കണ്ട. ജർമ്മനിയിൽ അത്രമാത്രം നഴ്സുമാരെ ആവശ്യമുണ്ട്, അത്രമാത്രം സ്റ്റുഡൻസിനെ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ മാർക്കറ്റ് കുറയും എന്നെനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇവിടെ നിന്ന് എടുക്കുന്ന ആൾക്കാർ ഇപ്പോൾ കുറച്ച് ഡിഫിക്കൽട്ട് ആവുന്നുണ്ട്. അതായത് ഇപ്പോൾ ഇങ്ങനെ കുറേ ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് എക്സാം കഴിഞ്ഞ് 1 കൊല്ലത്തിനുള്ളിൽ നിങ്ങൾക്ക് ജർമ്മനിയിൽ, അതായത് സർട്ടിഫിക്കറ്റിൽ ഒരു ഡേറ്റ് എഴുതിയിട്ടുണ്ടല്ലോ എന്നാണ് നിങ്ങൾ എക്സാം പാസ്സായി എന്നുള്ളത്. അത് കഴിഞ്ഞ് 1 കൊല്ലത്തിനുള്ളിൽ നിങ്ങൾക്ക് വരാൻ പറ്റില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് അത് എത്രത്തോളം ശരിയാണെന്ന് എനിക്ക് അറിയത്തില്ല. പെട്ടെന്ന് തന്നെ കയറി വരാൻ പറ്റിയില്ലെങ്കിൽ അതിൻ്റെതായ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും. ജർമ്മനി ഓൾറെഡി സിറിയൻസിനെയൊക്കെ ഭയങ്കരമായിട്ട് കുറച്ചിട്ടുണ്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നതിൽ. ഇല്ലീഗൽ ഇമിഗ്രൻസിനെയൊക്കെ അതിൽ സിറിയൻസ് ആണ് കൂടുതൽ. അപ്പോൾ അവരെയൊക്കെ ഇപ്പോൾ ചാൻസലർ ഫ്രീഡ്രിഷ് മെർസ് പറഞ്ഞിട്ടുണ്ട് അവരുടെ തിരിച്ച് വിടുക എന്നുള്ളത്. അപ്പോൾ ഇവർ ഭയങ്കരമായിട്ട് ഏത് രാജ്യത്തുള്ള ആൾക്കാരാണ് ഇവിടെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതെന്നൊക്കെ നോക്കുന്ന ഒരു ഗവൺമെൻറ്റാണ്. സോ ടു ഓൾ ദി ഇന്ത്യൻസ് വർക്കിംഗ് ഇൻ ജർമ്മനി, നാട്ടിലുള്ളവർക്ക് കൂടുതൽ ഡിഫിക്കൽട്ടി നിങ്ങൾ ഉണ്ടാക്കാതെ ഇവിടെ മര്യാദയ്ക്ക് മാന്യമായി ജീവിക്കാൻ ശ്രമിക്കുക. ഹോപ്പ് യു ആർ ഫൈൻ. യെസ്, ഐ എം ഫൈൻ. മൈ ക്വസ്റ്റ്യൻ റിഗാർഡിംഗ് ദിസ് ഈസ് ദ ഏജ് ലിമിറ്റ് ടു ദ ഹൗസ് ബിൽഡിംഗ്. സെൽഫായിട്ട് അപ്ലിക്കേഷൻ കൊടുക്കുന്നത് പോസിബിൾ ആണോ? സെൽഫായിട്ട് എങ്ങനെ ഹൗസ് ബിൽഡിംഗിന് അപ്ലൈ ചെയ്യണം എന്നുള്ളത് ഞാൻ ഇതേ ഇൻഫോർമേഷൻ പ്ലേലിസ്റ്റിൽ തന്നെ ഇട്ടിട്ടുണ്ട്, പോയി നോക്കിയാൽ മതി. പിന്നെ ഏജ് ലിമിറ്റ് ഉണ്ടോ എന്ന് പറയുമ്പോൾ
തിയററ്റിക്കലി യെസ്, ഏജ് ലിമിറ്റ് ഉണ്ട്, 27 ആണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഇവിടെ എൻ്റെ കൂടെ ഹൗസ് ബിൽഡിംഗ് ചെയ്യുന്നതിൽ 52, 58 വയസ്സുള്ളവർ വരെയുണ്ട്. അതുകൊണ്ട് അത് ഇവിടുത്തെ സിറ്റിസണാണ്. അപ്പോൾ അത് വേറൊരു കാര്യം. അപ്പോൾ യങ് ആയിട്ടുള്ളവരാണ് ഒബ്വിയസ്ലി ഇതാക്കുന്നത്. 27 ഇവിടെ വളരെ യങ് ഏജ് എന്ന് പറയുന്നൊരു കാറ്റഗറിയാണ്. 28 വയസ്സ് കഴിഞ്ഞ് ഇവിടെ നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് ചെയ്യുന്ന മല്ലൂസ് വരെയുണ്ട്. സോ 30 മുന്നേ വരുന്നതായിരിക്കും, ഐ മീൻ നമ്മൾ ആസ് എ ഇന്ത്യൻസ് നല്ലതെന്നാണ് ഞാൻ പറയുള്ളൂ. കോമാണ് പഠിച്ചത്. ഇനി ഹൗസ് ബിൽഡിംഗ് ചെയ്യാനായി B2 എക്സാം അറ്റൻഡ് ചെയ്തിട്ടിരിക്കുക. സോ നമുക്ക് ഹൗസ് ബിൽഡിംഗ് ചെയ്യുമ്പോൾ തന്നെ മാസ്റ്റേഴ്സ് എൻറോൾ ചെയ്ത് പാരലലി പഠിക്കാൻ പറ്റുമോ? ഓർ ആഫ്റ്റർ ഹൗസ് ബിൽഡിംഗ് ആണോ ബെറ്റർ? മാസ്റ്റേഴ്സ് ആഫ്റ്റർ നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് റിയാലിറ്റീസ് ഒന്ന് പറയുമോ? ഓക്കെ, ദിസ് ഈസ് എ വെരി സീരിയസ് ക്വസ്റ്റ്യൻ. ഇതൊറ്റ വീഡിയോയിൽ പറയാൻ എനിക്കറിയില്ല. മാസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ M.Com ആണെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ഡിസ്റ്റൻറ്റ് ഓപ്ഷൻസ്. M.Com ഡിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുന്നവരുണ്ടാവും. അതായത് പക്ഷേ ഇന്ത്യയിൽ ഡിസ്റ്റൻറ്റ് എഡ്യൂക്കേഷൻ പോസിബിൾ ആണോ എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. ബിക്കോസ് ഇന്ത്യയിൽ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ പോലും നമ്മൾ എക്സാം അവിടെ ചെന്നിട്ട് എഴുതണം. അപ്പോൾ അതിന് നിങ്ങൾക്ക് ലീവൊക്കെ ഉണ്ടാവും അറിയില്ല. അതേസമയം കുറച്ചുകൂടെ കയ്യിൽ പൈസ ഉണ്ട് എന്നുള്ളെങ്കിൽ ഗോ ഫോർ ദ എക്സ്പെൻസീവ് ഓപ്ഷൻ ലൈക്ക് UK അവിടുത്തെ കോഴ്സസൊക്കെ നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് എടുക്കാവുന്നതാണ്. പാരലലി എടുക്കാം, പക്ഷെ ഓൺലൈൻ ഓൺലി. യു ക്യാൻ ഡു ബോത്ത് പാരലലി വിത്ത് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാൻ. അതായത് ഇവിടെ തന്നെ ജർമ്മനിയിൽ തന്നെ മാസ്റ്റേഴ്സിനും ഹൗസ് ബിൽഡിങ്ങിനോട് ഒരുമിച്ച് കയറാൻ പറ്റില്ല. നിങ്ങൾക്ക് വിസ തരുന്നത് ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. സോ മേക്ക് ഷുവർ ദാറ്റ് യു ആർ ഡൂയിങ് ദാറ്റ് വൺ തിങ്. Hope you will answer. Is it difficult to study nursing house building with an average German language? ആവറേജ് ജർമ്മൻ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ ആവറേജ് ജർമ്മൻ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ എഴുത്തിൽ ഒരു ആവറേജ് ആണെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. സംസാരത്തിലൊരു ആവറേജ് ആണെങ്കിൽ പ്രാക്ടിക്കൽ, അതായത് നമ്മൾ പുറത്തൊക്കെ വർക്ക് ചെയ്യാൻ പോകുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. ബുദ്ധിമുട്ട് ഇൻ ദ സെൻസ് നമുക്ക് ലാംഗ്വേജ് അറിയില്ലെങ്കിൽ അവർ പറയണ പണിയൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം, ഒരു പട്ടീനെ പോലെ പണിയെടുത്തുകൊണ്ടിരിക്കണം. പക്ഷേ ഷ്രൈബൻ, അതായത് എഴുതാനൊക്കെ ഒരു ബിലോ ആവറേജ് ആണ്. അല്ലെങ്കിൽ ഒരു ഇതാണെങ്കിൽ നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്തേ പറ്റൂ. ബിക്കോസ് റൈറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ. നമുക്കിപ്പോൾ ഒരു മാസ്ലാമ ഫോർമുല ഇറൻ ചെയ്യാനും CL ഫോർമുല ഇറൻ ചെയ്യാനും ഒക്കെ ഒരു കഴിവില്ലെങ്കിൽ ഇറ്റ്സ് ഗോണ ബി റിയലി ഡിഫിക്കൾട്ട്. ആവറേജ് എബോവ് ആവറേജ് ആക്കാൻ ശ്രമിക്കുക. ഇറ്റ്സ് ബെറ്റർ ആൾട്ടൈൻഹൈം ഓർഡർ ക്രാങ്കൻ ഹൗസ്? ഡിപ്പെൻസ്. അതായത് വളരെയധികം നഴ്സിംഗ് പാഷനായിട്ട്, അതായത് നാട്ടിൽ നീറ്റൊക്കെ എക്സാമൊക്കെ എഴുതിയിട്ട് കിട്ടാണ്ട് ഇവിടെ വന്നിട്ട് ഇനി എന്നാൽ നഴ്സിംഗ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു വരുന്ന സ്റ്റുഡൻസില്ലേ, ഗോ ഫോർ ഹോസ്പിറ്റൽ. ഒന്നും ചിന്തിക്കാനില്ല, ഹോസ്പിറ്റലിൽ പോയി പണിയെടുത്താൽ മതി. നിങ്ങൾക്ക് കുറച്ചധികം പഠിക്കാൻ പറ്റും. ബിക്കോസ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് ഓൾഡ് ഏജ് ഹോമിൽ പഠിക്കുന്ന സ്റ്റുഡൻസിനേൽ കൂടുതൽ വിവരം, അതായത് ഫാക്ലിഷ് കെനനീസ്, അതായത് നഴ്സിംഗിൽ അല്ലെങ്കിൽ മെഡിക്കലി കുറച്ചുകൂടെ വിവരമുള്ളത് ക്രാങ്കൻ ഹൗസിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ്. ബിക്കോസ് അവർ ഫസ്റ്റ് ബ്ലോക്കിൽ തന്നെ ഈ ഇൻഫ്യൂസിയോൺ, ഇവിടെയുള്ള കാനുല എങ്ങനെയാണ് റിമൂവ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലാണല്ലോ നടത്തുന്നത്. അതുകൊണ്ട് അവരങ്ങനത്തെ സാധനങ്ങളൊക്കെ പഠിക്കും. ഓൾഡ് ഏജ് ഹോമിൽ നമുക്ക് അത്രയും മെഡിക്കലായിട്ടുള്ള കാര്യങ്ങൾ വരുന്നില്ല. ബിക്കോസ് ഓൾറെഡി വയസ്സായ ആൾക്കാർക്ക് എപ്പോഴും കൊടുക്കുന്ന മരുന്ന് തന്നെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കും. വല്ലപ്പോഴും ഒരു എമർജൻസി വരുമ്പോൾ മാത്രമാണ് നമുക്കൊന്ന് പെട്ടെന്ന് റിയാക്ട് ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നുള്ളൂ. അപ്പോൾ അവിടെ ഇങ്ങനെ ബ്ലഡ് അല്ലെങ്കിൽ എമർജൻസി എൻകൗണ്ടേഴ്സ് ഒക്കെ ഓൾഡ് ഏജ് ഹോമിൽ കുറവാണ്. കുറച്ചും കൂടെ വേറെ തരത്തിലുള്ള അസുഖങ്ങളായിരിക്കും ഓൾഡ് ഏജ് ഹോമിലുള്ള സ്റ്റുഡൻസ് കാണുന്നതും പഠിക്കുന്നതും. അതായത് ഡെക്കുബിറ്റിസ് പോലെ, അതായത് നമ്മൾ ഒരേ സ്ഥലത്ത് ഇങ്ങനെ കുറേ നേരമൊക്കെ ബെഡ് റിഡൻ ആയിട്ടുള്ള പേഷ്യൻസിന് അങ്ങനെ പൊട്ടില്ലേ, അങ്ങനത്തെ പൊട്ടുന്ന അസുഖങ്ങൾ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഓൾഡ് ഏജ് ഹോമിൽ കൂടുതൽ കാണുന്നത്. നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഫിസിക്കലി പണിയെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഹോസ്പിറ്റലിൽ എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഓൾഡ് ഏജ് ഹോമിൽ എങ്ങനെ വന്നാലും രാവിലെ ഒരു 5 പേര് അല്ലെങ്കിൽ 4-5 പേരൊക്കെ എങ്ങനെ വന്നാലും കുളിപ്പിക്കാനുണ്ടാവും. ഹോസ്പിറ്റലിൽ കുറവാണ്, കുളിപ്പിക്കാനും അങ്ങനത്തെ പരിപാടിയൊക്കെ കുറവാണ്. നിങ്ങൾക്ക് കുറച്ചും കൂടെ മെഡിക്കൽ റിലേറ്റഡ് അസുഖങ്ങളാണ് കൂടുതൽ ഡീൽ ചെയ്യാനുള്ളൂ. അപ്പോൾ പണിയൊക്കെ എടുക്കാൻ ഇച്ചിരി മടിയൊക്കെ ആണെങ്കിൽ ഹോസ്പിറ്റലിൽ പണിയില്ല എന്നല്ല, നിങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് ചെയ്യുക. പോസിബിൾ ടു ചേഞ്ച് ടു ക്രാങ്കൻ ഹൗസ് ആഫ്റ്റർ ഹൗസ് ബിൽഡിംഗ് ഡൺ ഇൻ ആൾട്ടൈം? ഒബ്വിയസ്ലി ഇവിടെ ഹൗസ് ബിൽഡിംഗ് എന്ന് പറയുന്നത് ജനറാലിസ്റ്റീഷ്യ ഹൗസ് ബിൽഡിംഗ് ആണ്. അതായത് ജനറൽ ഹൗസ് ബിൽഡിംഗ്. യു ക്യാൻ വർക്ക് വിത്ത് ദിസ് ഹൗസ് ബിൽഡിംഗ് ഇൻ ലെറ്റ്സ് സേ ലൈക്ക് സ്റ്റുഡൻസ് അല്ല, കുട്ടികളുടെ പീഡിയാട്രിക്സിൽ വർക്ക് ചെയ്യാം, ഓൾഡ് ഏജ് ഹോമിൽ വർക്ക് ചെയ്യാം, ക്രാങ്കൻ ഹൗസിൽ വർക്ക് ചെയ്യാം. അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ ഹൗസ് ബിൽഡിങ്ങിൻ്റെ ഇടയിൽ ഹോസ്പിറ്റലിലും ഓൾഡ് ഏജ് ഹോമിലൊക്കെ വർക്ക് ചെയ്യാൻ കാരണം എന്താ, എല്ലായിടത്തും ഭാവിയിൽ വർക്ക് ചെയ്യാൻ ക്യാപ്പബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വർക്ക് ചെയ്യിപ്പിക്കുന്നത്. അതുകൊണ്ട് ഓൾഡ് ഏജ് ഹോമിൽ നിങ്ങൾ പഠിച്ചു എന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് ക്രാങ്കൻ ഹൗസിൽ വർക്ക് ചെയ്യുന്നതിന് ഒരു പ്രശ്നമില്ല. ഇതിൽ ഞാൻ കുറേ ക്വസ്റ്റ്യൻസിന് റിപ്ലൈ
കൊടുക്കുന്നില്ല കേട്ടോ, കാരണം എനിക്ക് ക്വസ്റ്റ്യൻ മനസ്സിലാവുന്നില്ല. പിന്നെ ചില കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടെ റിസർച്ച് ചെയ്യാനുണ്ട്. അപ്പോൾ അറിയാത്തൊരു കാര്യം പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും ചില ക്വസ്റ്റ്യൻസ് ഞാൻ സ്കിപ്പ് ചെയ്യുന്നത് കേട്ടോ. ഗുട്ടൻ ടാഗ്, ഐ എം 19 ആൻഡ് ഐ ഡു FST ആൻഡ് ഔസ്ബിൽഡിംഗ് നഴ്സിംഗ് ഓർ ഡയറക്റ്റ് അപ്ലൈ ഔസ്ബിൽഡിംഗ് വിച്ച് ഈസ് ബെറ്റർ. അതിന് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഏജൻസി സെൽഫ് അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഫസ്റ്റ് തന്നെ ഞാൻ ആൻസർ ചെയ്തിട്ടുണ്ട്. ചേച്ചി, നഴ്സിംഗ് ഔസ്ബിൽഡിംഗിൽ വിസ പ്രോസസ്സ് ചെയ്യുമ്പോഴുള്ള ഇൻ്റർവ്യൂ എങ്ങനെ ഉണ്ടാകുമെന്ന് പറയാമോ? ആൻഡ് ഓൾസോ നമുക്ക് ഔസ്ബിൽഡിങ്ങിൻ്റെ കൂടെ മിനി ജോബ്സ് ചെയ്യുക എന്നുള്ളത് പോസിബിൾ ആണോ? വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ഞാൻ ആൻസർ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. നവമിയാണ് ചോദിച്ചിരിക്കുന്നത് ഈ ക്വസ്റ്റ്യൻ. സൂര്യയിലൊക്കെ പറയില്ലേ, സൂര്യ ടി വിയിലൊക്കെ പറയുന്നത് നവമിക്കുള്ള ഉത്തരമാണ് നഴ്സിംഗ് ഔസ്ബിൽഡിങ്ങിൻ്റെ വിസ പ്രോസസ്സിങ്ങിനിടയിൽ വരുന്ന വിസ പ്രോസസ്സിങ്ങിൽ വരുന്ന ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലായില്ല. അതായത് നഴ്സിംഗ് ഔസ്ബിൽഡിങ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ എംപ്ലോയറായിട്ട് നമുക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടാവും. ഇപ്പോൾ ചിലർ ഭയങ്കര ഇതായിട്ടൊക്കെ എന്തോരം അറിയാം, എന്തൊക്കെയാണ് നഴ്സിംഗിൽ പഠിക്കുന്നതിന് മുന്നേ നഴ്സിംഗിന് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. പിന്നെ ഞങ്ങളുടെ ഓൾഡ് ഏജ് ഹോം ഒരു ഡോർഫ്, അതായത് ഒരു വില്ലേജിലാണ്, വില്ലേജിൽ ജീവിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കും. ഞാനൊക്കെ വില്ലേജ് എന്ന് പറയുമ്പോൾ അതൊരു വില്ലേജിനൊരു മിനിമം ഇതുണ്ടാവും എന്ന് ഞാൻ വിചാരിച്ചു. ഞാനൊക്കെ ആണെങ്കിൽ എൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് വില്ലേജിലാണ് എൻ്റെ ഓൾഡ് ഏജ് ഹോം എന്ന് പറഞ്ഞിട്ട് വില്ലേജിനെ പറ്റി തള്ളി മറിച്ചു. ഓഫ് കോഴ്സ് ഞാൻ പ്രകൃതിയെ പ്രണയിക്കുന്നവളാണ്, പ്രകൃതി ഇല്ലാതെ എനിക്ക് പറ്റില്ല, പ്രകൃതിയാണ് എൻ്റെ അമ്മ എന്നൊക്കെ പറഞ്ഞ് തള്ളി മറിച്ച് ഞാൻ 6 മാസത്തിന് ശേഷം പെട്ടിയും കിടക്കെടുത്ത് സിറ്റിയിലേക്ക് മാറി, പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട്. സോ പക്ഷേ ലൈക്ക് ഇൻ്റർവ്യൂവിൽ അവർ മെയിനായിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ് ലൈക്ക് അവരുടെ ഓൾഡ് ഏജ് ഹോം അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന ലൊക്കേഷൻ നിങ്ങൾക്ക് ഓക്കെ ആയിരിക്കുമോ എന്നുള്ളത്. സോ മേക്ക് ഷുവർ ദാറ്റ് ഇവിടെ വരാൻ വേണ്ടി തള്ളിമറക്കൽ ഇൻ യുവർ ഇൻ്റർവ്യൂ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇമ്പോർട്ടൻറ്റ് നഴ്സിംഗ് ഹോസ്പിറ്റലിൽ നിങ്ങൾക്ക് മിനി ജോബ് ചെയ്യാൻ പറ്റുമോ? പറ്റും, ഇഫ് ദ എംപ്ലോയർ അലൗസ് യു ടു. ദർ ആർ എംപ്ലോയേഴ്സ്, ദേ ആർ മോഡ. അതൊന്നും പറ്റില്ല. ഹോസ്പിറ്റലിൽ ചെയ്യുമ്പോൾ ഹോസ്പിറ്റലിൽ മാത്രം ചെയ്താൽ മതി, അതിനിടയിൽ വേറെ ഒരു പരിപാടിക്കും പോകാൻ പറ്റില്ല, ഹോസ്പിറ്റലിൽ ഇത് തന്നെ പഠിച്ചുകൊണ്ടിരിക്കണം എന്ന് പറയുന്ന എംപ്ലോയേഴ്സ് ഉണ്ട്. വിച്ച് വാസ് ലൈക്ക് കുറേ പേരുണ്ട് അങ്ങനെ. അതല്ലാതെയുള്ള ആൾക്കാരുണ്ട്. ഒബ്വിയസ്ലി യു ക്യാൻ ഡു, പക്ഷേ അതിൻ്റെ എനിക്ക് കുറേ ലൈക്ക് ലിമിറ്റേഷൻസ് അവർ വെക്കും. ആഴ്ചയിൽ ഇത്ര ദിവസം വർക്ക് ചെയ്യാൻ പാടുള്ളൂ. മിനി ജോബിന് ഒബ്വിയസ്ലി ലിമിറ്റേഷൻ ഉണ്ട്. പക്ഷേ തേർഡ് ഇയർ ഒക്കെ നിങ്ങൾ നഴ്സിംഗ് പഠിക്കുന്ന സമയത്ത് മിനി ജോബ് എടുക്കണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും. ബിക്കോസ് തേർഡ് ഇയർ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവർക്ക് ഓൾറെഡി അറിയാം നിങ്ങൾ എന്താ പഠിക്കുന്നതെന്ന്. അതായത് ഇപ്പോൾ ഒരു കഫേയിൽ നിൽക്കുകയാണെങ്കിൽ പോലും തേർഡ് ഇയർ അല്ലേ, നഴ്സിംഗ് അല്ലേ, പഠിക്കാൻ കുറേ ഉണ്ടാവില്ലേ, അതുകൊണ്ട് ഞങ്ങളിവിടെ ജോബ് തരില്ല എന്ന് പറയുന്നവരുണ്ട്. സോ ഫസ്റ്റ് ഇയറിലൊക്കെ വന്നിട്ട് മിനി ജോബിന് കയറുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. നിങ്ങളുടെ ഡ്യൂട്ടി പ്ലാൻ വെച്ചിട്ട് അവരുടെ മിനി ജോബിൻ്റെ ഡ്യൂട്ടി പ്ലാൻ പാസം ചെയ്യുന്ന രീതിയിൽ, അതായത് ഏത് ദിവസമാണ് നിങ്ങൾക്ക് ലീവ് അതിനനുസരിച്ച് നിങ്ങൾക്ക് മിനി ജോബിന് എടുക്കാവുന്നതാണ്. നേരത്തെ പറഞ്ഞ പോലെ only if the employer allows you to do. After house building, can we do specialization there, and can we work while doing specialization, or can we do BSc? How to move to English countries? Please explain the process. German language learning tips. Oh my god, Diya, this is too much questions. ഇതിൽ കുറേ എണ്ണത്തിനൊക്കെ ഞാൻ ഓൾറെഡി ആൻസർ പറഞ്ഞിട്ടുണ്ട്. ആഫ്റ്റർ ഹൗസ് ബിൽഡിംഗ് ക്യാൻ വി ഡു സ്പെഷ്യലൈസേഷൻ ദർ. ഞാൻ വൈറ്റർ ബിൽഡിങ്ങിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ തന്നെ ചെയ്യുന്നുണ്ട്. ഒബ്വിയസ്ലി യു ക്യാൻ ഡു സ്പെഷ്യലൈസേഷൻ ഇൻ സൈക്കാട്രി, അനസ്തേഷ്യ, അതൊക്കെ ഫാക്ക് വൈറ്റർ ബിൽഡിങ്സ് ആണ്. അതല്ലാതെയുള്ള വൈറ്റർ ബിൽഡിങ്സ് ഉണ്ട്, ലൈക്ക് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് അല്ലാതെ ഒരു പേഡേലാവാൻ, വേബേലാവാൻ, അല്ലെങ്കിൽ ഐൻറിഷ്ടൂങ്സ് ആവാൻ. അതായത് നിങ്ങൾക്ക് എനിക്ക് മെഡിസിൻ റിലേറ്റഡ് ആ പരിപാടിക്ക് പോകണ്ട, ഞാൻ കുറച്ച് മാനേജ്മെൻറ്റ് രീതിയിലേക്ക് പോവുക എന്നുള്ള രീതിയിലുള്ള ഹൗസ് ബിൽഡിങ് വൈറ്റർ ബിൽഡിങ് ഉണ്ട്. ഇതിനൊക്കെ നിങ്ങളുടെ എംപ്ലോയറാണ് പേയ്മെൻറ്റ് ബെത്സാലം ചെയ്യുന്നത്. ഒരു ചില കോഴ്സുകൾക്ക് 10 ലക്ഷം ആയിരിക്കും, ചില കോഴ്സിന് 15 ലക്ഷം ആയിരിക്കും. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഓൾറെഡി ചെയ്യുന്നുണ്ട്. ഒരു ബിൻഡൂങ്സ് പീരീഡ് ഉണ്ടാവും. അപ്പോൾ അതായത് നിങ്ങൾ ഇത്രയും അവർ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അയാൾക്കൊരു ഉപകാരം ഉണ്ടാവണമല്ലോ. അപ്പോൾ അവർ ചിലപ്പോൾ ഇത്രയും വർഷം ഇവിടെ വർക്ക് ചെയ്യണം എന്നുള്ള കോൺട്രാക്റ്റൊക്കെ വെക്കും. ഒബ്വിയസ്ലി നിങ്ങൾക്ക് സ്പെഷ്യലൈസേഷൻ ചെയ്യാം. സ്പെഷ്യലൈസേഷൻ ചെയ്യുമ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെയാണ് ക്ലാസ് വരുള്ളൂ, ബാക്കി ദിവസം നിങ്ങൾ വർക്ക് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് വർക്ക് ഡേ ആയിട്ട് തന്നെയാണ് കൂട്ടുന്നത്. നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്, സോ നിങ്ങൾക്ക് സാലറി ക്രെഡിറ്റഡ് ആവും. അതും കഴിഞ്ഞ് BSc യാത്ര വളരെ ടൈം എടുക്കുന്നതാണ്. നിങ്ങളൊരു 2 വർഷത്തെ മിനിമം എക്സ്പീരിയൻസ് ഹൗസ് ബിൽഡിങ്ങിൽ ഉണ്ടാവണം. പിന്നെ BSc എന്തിനു ചെയ്യുന്നു എന്നുള്ളതിൻ്റെ റീസൺ കാണിക്കണം. പിന്നെ ഇതേ പറയണ പോലെ ഹോക്ക് ഷൂളയിൽ അഡ്മിഷൻ കിട്ടണം. BSc കൂടുതലും ആൾക്കാർ ചെയ്യുന്നത് ടീച്ചിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണ്. ഇവിടെ നഴ്സിംഗ് പഠിപ്പിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നത്, ഒബ്വിയസ്ലി നിങ്ങൾക്ക് പഠിപ്പിക്കാം. ലെറാംറ്റിൽ പോയിട്ട് നിങ്ങൾ മെൽഡൻ ചെയ്യണം, അവിടെ 2 വർഷത്തെ എക്സ്പീരിയൻസ് കാണിക്കണം. അങ്ങനെ കുറേ വഴികളുണ്ട്. BSc ഇവിടുത്തെ ഹൗസ് ബിൽഡിങ് കഴിഞ്ഞിട്ട് BSc ചെയ്യുന്നത് ഒരു കുറച്ചൊരു എന്താ പറയുക, ക്ഷീണം ഉള്ള പരിപാടിയാണ്. B2 എക്സാം കഴിഞ്ഞ് മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ ഹൗസ് ബിൽഡിങ്ങിന്, അതോ B2 ഫിനിഷ് ചെയ്യണമെന്ന് മുന്നേ
സ്റ്റാർട്ട് ചെയ്യാവോ? ഓൾസോ എത്ര ടൈം എടുക്കും നമ്മൾ അപ്ലൈ ചെയ്ത് ജർമ്മനിയിൽ പോകാൻ ഏകദേശം? അത് ഇതിപ്പോൾ ചില എംപ്ലോയീസ് ഉണ്ട് B1 വെച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാം, ഹൗസ് ബിൽഡിങ്ങിന് കയറുന്നതിന് മുന്നേ B2 എഴുതി കാണിക്കണം, അല്ലെങ്കിൽ ഹൗസ് ബിൽഡിംഗ് തീരുന്നതിന് മുന്നേ B2 എഴുതി കാണിക്കണം. അങ്ങനെയുള്ള എംപ്ലോയീസ് ഉണ്ട്. ഇതെല്ലാം എംപ്ലോയീസിനെ ഡിപ്പെൻഡ് ചെയ്യും. ചിലരുണ്ട് ഒന്നും കേൾക്കണ്ട, B2 ഇല്ലാണ്ട് ഞാൻ പണിക്കെടുക്കില്ല എന്ന് പറയുന്നവരുണ്ട്. ഇതെല്ലാം ഡിപ്പെൻസ് ആണ്. ചിലരുടെ ഭാഗ്യം പോലെ ചിലർക്ക് B1 കഴിയുമ്പോഴേ കയറാൻ പറ്റും, ചിലർക്ക് B2 കഴിയുമ്പോഴേ കയറാൻ പറ്റുള്ളൂ. ഇതൊക്കെ ഡിപ്പെൻസ് ഓൺ ദ എംപ്ലോയീസ് ആണ്. ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ, ലൈക്ക് മൈ റെക്കമെൻഡേഷൻ ഈസ് ഓൾവേസ് ടു, ലൈക്ക് മൈ അഡ്വൈസ് ഈസ് ഓൾവേസ് ടു ഡു ഹൗസ് ബിൽഡിംഗ് ആഫ്റ്റർ B2. ബിക്കോസ് അത്രമാത്രം സാധനങ്ങൾ പഠിക്കാനുണ്ട്. ഒരു C1 ലെവലുള്ള കാര്യങ്ങൾ വരെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ B1 വെച്ച് സ്ട്രഗിൾ ചെയ്യരുത്, B2 ചെയ്യാനേ പറയുള്ളൂ. പിന്നെ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് തേർഡ് ഇയറിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, അതായത് ഹൗസ് ബിൽഡിങ്ങിൻ്റെ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് B2ൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം. അപ്പോൾ ഈ നഴ്സിങ്ങിൻ്റെ ഇടയിൽ കൂടെ നിങ്ങൾ ലാംഗ്വേജും കൂടെ പഠിച്ച് പാസ്സാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് മേക്ക് ഷുവർ ദാറ്റ് കൂടുതൽ ബുദ്ധിമുട്ടുകൾ വരുത്താതെ നിങ്ങൾ B2 പഠിച്ചതിന് ശേഷം ഹൗസ് ബിൽഡിങ്ങിൽ കയറുക എന്നുള്ളത് മേക്ക് ഷുവർ ദാറ്റ്. അതൊക്കെയാണ് എനിക്ക് ജനറലായിട്ട് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് Q&A. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു പ്ലേലിസ്റ്റായിട്ട് ഞാൻ ഇറക്കാൻ പോവാണ്. അതായത് ഈ Q&A, പിന്നെ മൈ FSJ എക്സ്പീരിയൻസ്, മൈ ഫസ്റ്റ് ഇയർ ഹൗസ് ബിൽഡിംഗ് എക്സ്പീരിയൻസ്, വൈറ്റർ ബിൽഡിങ്ങിനെ പറ്റിയിട്ടുള്ള വീഡിയോ, പിന്നെ BSc നഴ്സിംഗ് വേഴ്സസ് FSJ, ഈ ഇത്രയും സെറ്റ് ഓഫ് കോണ്ടൻറ്റ് ഞാനൊരു പ്ലേലിസ്റ്റായിട്ട് അടുത്തടുത്ത് തന്നെ ഇറക്കുന്നുണ്ട്. മേക്ക് ഷുവർ ദാറ്റ് നിങ്ങളെല്ലാവരും ആ ഒരു വീഡിയോ വാച്ച് ചെയ്യുക. അതായത് നമുക്കിങ്ങനെ ഇൻസ്റ്റയിലൊക്കെ ഭയങ്കരമായിട്ട് ഹൗസ് ബിൽഡിങ്ങിനെ പറ്റി ഇങ്ങനെ ലൈക്ക് ഇല്ലാത്ത കുറേ ഫാൻറ്റസീസ് വരെ പറഞ്ഞുണ്ടാക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. സോ ഐ തോട്ട് ദാറ്റ് ദീസ് വീഡിയോസ് ലൈക്ക് നീഡഡ് ടു ബി പോസ്റ്റഡ്, സോ ദാറ്റ് നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു അവയർനെസ് കിട്ടുമോ എന്നുള്ളത്. അതുകൊണ്ടാണ് ഇട്ട ഡ്രസ്സിൽ ഞാൻ വന്നിരുന്ന് ഇതിനെപ്പറ്റി വീഡിയോ ചെയ്യുന്നത്. ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് Q&A. അടുത്ത Q&Aയിലേക്കുള്ള പോസ്റ്റ് ഇത് ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഫെർദർ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. സോ ബാക്കി വീഡിയോസ് കാണാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു പ്ലേലിസ്റ്റിലെ അടുത്ത വീഡിയോ വരുന്നത് വരെയും ബൈ.